എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റാറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു വസ്തുവിൽ നിന്ന് നല്ലൊരു ഓർഗനൈസർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കായത്തിൻ്റെ കുപ്പി കൊണ്ടാണ് ഞാനിന്ന് ഓർഗനൈസർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കായത്തിൻ്റെ പൊടി വാങ്ങുമ്പോൾ ഇങ്ങനത്തെ കുപ്പിയിലല്ലേ കിട്ടുക. ആ കുപ്പി നമ്മൾ മിക്കവാറും ഉപയോഗശേഷം വലിച്ചെറിഞ്ഞ് കളയാറാണ് പതിവ്. അപ്പോൾ ഈ കുപ്പി വെച്ചിട്ട് നമ്മുടെ അടുക്കളയിലും വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഓർഗനൈസർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കായത്തിൻ്റെ പൊടിയുടെ കുപ്പി ഇതിലെ കായമൊക്കെ തീർന്ന് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലിങ്ങനെ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇതിൻ്റെ പുറത്തായിട്ട് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മായ്ച്ച് കളയണം. ഇനിയിപ്പോൾ ഇതില്ല, സ്റ്റിക്കറാണെങ്കിൽ ആ സ്റ്റിക്കറുള്ള കുപ്പിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ സ്റ്റിക്കറൊന്ന് പൊളിച്ച് കളയുക. അപ്പോൾ ഞാനിവിടെ ഒരു നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ട് ഈ അക്ഷരങ്ങളൊക്കെ ഒന്ന് മായ്ച്ച് കളയുകയാണ്. ഇത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിതൊക്കെ ഒന്ന് നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ട് ഒന്ന് തുടച്ച് മാറ്റുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രിൻറ്റഡ് ആയിട്ടുള്ള വസ്തുക്കളൊക്കെ എഴുതിയിരിക്കുന്നത് കളയാനായിട്ട് നമ്മുടെ നെയിൽ പോളിഷ് റിമൂവർ വളരെ നല്ലൊരു വസ്തുവാണ്. അപ്പോൾ ഞാൻ റിമൂവർ വെച്ചത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ അത്യാവശ്യം അതിൽ ആ എഴുത്തുകളൊക്കെ പോയി നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പെയിൻ്റ് അടിച്ച് ഭംഗിയാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ ഒരു പഴയ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. വീട്ടിലുണ്ടായിരുന്നൊരു പെയിൻറ്റാണിത്. അപ്പോൾ ഇങ്ങനത്തെ പെയിൻറ്റ് വീട്ടിലുണ്ടെങ്കിൽ അതെടുക്കുക. ഞാൻ ഫാബ്രിക് പെയിൻറ്റിൻ്റെ പോലത്തെ അക്രിലിക് കളേഴ്സ് അല്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പെയിൻറ്റ് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് കളർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവും. ഇതല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ അലൂമിനിയം ഫോയിലൊക്കെ ഉണ്ടെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ച് ജസ്റ്റ് ഇതൊന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റീലിൻ്റെ ഒരു ലുക്ക് കിട്ടും, നല്ല ഭംഗിയും ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ പെയിൻ്റ് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ കുപ്പി പെയിൻ്റ് അടിച്ച് ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് സോൾട്ട് ഷേക്കറായിട്ടാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഉപ്പൊക്കെ ഇടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കായമൊക്കെ ഇടില്ലേ, അതുപോലെ കായത്തിൻ്റെ പൊടിക്ക് പകരമായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഹോളിൽ കൂടെ നമുക്ക് ഉപ്പ് ഫില്ല് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ബുൾസൈക്കോ അല്ലെങ്കിൽ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ സ്പ്രിങ്കിൾ ചെയ്തെടുക്കാനായിട്ട് ഈ ഷേക്കർ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഉപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പേപ്പർ വെച്ച് മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉപ്പ് കറക്റ്റായിട്ട് വീഴും, താഴെ ഒന്ന് പോകാനുള്ള ചാൻസ് കുറയും. അപ്പോൾ നമുക്കിത് നമ്മൾ ബുൾസൈയൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ സാലഡിനൊക്കെ ഉപ്പ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ സോൾട്ട് ആൻഡ് പെപ്പർ ഷേക്കർ അതുപോലെയൊക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല പൈസ ആവാറുണ്ട്. അപ്പോൾ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു വസ്തുവിൽ നിന്ന് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാമെങ്കിൽ നല്ല കാര്യമല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു മോഡലാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഇങ്ങനെ പല വസ്തുക്കളും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മിക്ക വീട്ടിലും ഉണ്ടാവും കായത്തിൻ്റെ പൊടിയൊക്കെ വാങ്ങുന്ന കുപ്പി. അപ്പോൾ ഈ കുപ്പിയൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാറായിരിക്കും പതിവ്. അപ്പോൾ ഈ കുപ്പി കൊണ്ട് നമുക്ക് നല്ലൊരു ഓർഗനൈസർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ ഉപ്പ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് കുടഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് പുറത്തേക്ക് വരും. അപ്പോൾ നമുക്കിത് അടച്ചും വയ്ക്കാം, ആവശ്യമുള്ള സമയത്ത് മാത്രം തുറന്നാൽ മതി. ഒരുപാടൊന്നും വീടില്ല. സാധാരണ കായത്തിൻ്റെ പൊടി എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും ഉപ്പും പുറത്തേക്ക് വരിക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന ഒരു വസ്തുവാണ് ഇങ്ങനത്തെ കുപ്പികൾ. അപ്പോൾ ഇങ്ങനത്തെ കുപ്പികൾ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ അതിനോടൊപ്പം ഒരു ബെല്ലൈക്കണും വരും. അതും കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.